ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾക്കെല്ലാം സുഖം തന്നെയെന്ന് വിചാരിക്കുന്നേ. അൽഹംദുലില്ലാ അമ്മക്കും നല്ലതിനാട്ടാ. അപ്പോൾ എല്ലാവർക്കും റമളാൻ മുബാറക്ക്. ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ, റമളാൻ്റെ സാധനമെല്ലാം വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഇതിൽ തന്നെ മിൻറ്റ് മൊജിറ്റോൻ്റെ ഒരു റെസിപ്പിയും ഇൻക്ലൂഡ് ആക്കുക. ഫസ്റ്റ് റമളാൻ്റെ സ്നാക്സിൻ്റെ റെസിപ്പിയും ഉണ്ടല്ലോ, ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയും അതെല്ലാന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഏതായിട്ട് കാണുന്നവരെല്ലാം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ആ ബെല്ലൈക്കണും പ്രസ് ആക്കുക. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും കമന്റ്സ് പറയണേ. ഇതാ ലുലുവിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബീഫിന്റെ അവിടെ ഭയങ്കര തിരക്കിനും റമളാന്റെ തലേന്നാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കുറച്ച് ബിസിയെല്ലാം വന്നിട്ട് അങ്ങ് ലേറ്റ് ആയി പോയി. മുമ്പിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഇനി അങ്ങോട്ടേക്ക് വേണ്ടു. അതുകൊണ്ട് പിന്നെ അതെല്ലാം എടുത്തത്. ഇപ്പം ഇതെല്ലാം സെറ്റാക്കിയിട്ട് വെക്കല് ഭയങ്കര പണിയല്ല. അപ്പോൾ ഓരോന്നും അതിൻ്റെതായ ഭാഗത്തോട്ടേക്ക് വെച്ച് കൊടുക്കണം. അതെല്ലാന്ന് കേട്ടോ. ഫുള്ള് വീഡിയോസ് ഒന്നും എനിക്ക് ഷൂട്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷിലായിട്ട് ഞങ്ങൾക്കൊരു ലെമൺ മൊജിറ്റോൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് അധികം ചെറുനാരങ്ങ എടുക്കാം. ഒരു പാൻ ഉണ്ടല്ലോ, സ്റ്റൗമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ 1/2 കപ്പ് വെള്ളം പറഞ്ഞ് കൊടുത്തിട്ട് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായന്റെ ഫ്ലേവർ ഇഷ്ടമുണ്ട്, ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ ഏലക്കായ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനത്തെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കഴിച്ചിട്ടില്ലേനു. ഇപ്പൊ വേണം ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇപ്പോൾ ഞാനുണ്ടല്ലോ അതെടുത്ത് കഴിച്ച് കുട്ടികളെല്ലാം കൊടുത്ത് ഇനി അതെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ട് നൂൽപ്പരുപ്പോ ആ ഒരു ഇതിൻ്റെ അകത്തായിട്ടുണ്ട്. ഇപ്പം ഞാനിതാ കുക്കറിൽ സ്നാക്സ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിപ്പിച്ചിട്ട് എടുക്കലാന്നേ. അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഉണ്ടല്ലോ ലെമണിന്റെ ഉണ്ടല്ലോ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ ലെമണിന്റെ ഒരു ഇത് ഇഷ്ടമാണ്, ഒരു പീലി ഉണ്ടാവും, അരിച്ചെടുത്തിട്ട് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് വേണ്ട ടൈമിന് കുറച്ച് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നോർമൽ വാട്ടർ എടുത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. തൊലിയെല്ലാം കളഞ്ഞിട്ട് എന്നിട്ടുണ്ടല്ലോ അത് ഞാനുണ്ടല്ലോ മിക്സിന്റെ ജാറിലിട്ടിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു വീക്കല്ലോ ഇത് മതി, അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും ആക്കുന്നില്ല. എനിക്കത് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. 1 വീക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോ അതിന്റെ കാര്യം നോക്കണ്ടല്ലോ. ചിക്കൻ എല്ലാം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് എൻ്റെ റമളാനിലത്തെ ഫസ്റ്റ് ഡേ ഒരു 9 മണി ആ ഒരു ടൈമായിട്ട് ഞാൻ ദുആ നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് ചെല്ലോട്ടേക്ക് വന്നിട്ട് ഞാൻ വിചാരിച്ച് കുറച്ചധികം സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് ഫ്രോസൺ ആക്കിയിട്ട് വെക്കാം. ഇന്ന് ഫസ്റ്റ് റമളാനല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് സ്നാക്സ് എല്ലാം ആക്കിയിട്ട് വെക്കാന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ ഫസ്റ്റ് നോമ്പ് ആ ഒരു ടൈമാണ്. അപ്പൊ ഞാൻ 5-6 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അതെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് എടുക്കട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് എടുക്കാം. അതിൻ്റെ അകത്തോട്ടേക്ക് തന്നെ ഒന്നിങ്ങനെ കളർ മാറി വരുമ്പോൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ സോട്ട് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് വെളുത്തുള്ളി ആഡ് ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ആഡ് ആക്കിയിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചുണ്ടല്ലോ പെപ്പർ പൗഡർ ആഡ് ആക്കുക. മുളകിൻ്റെ പൊടിയോ അതെല്ലാം ആഡ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റുക. കുറച്ച് ചിക്കനോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എനിക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടല്ലോ റമളാനി സ്നാക്സ് ഉണ്ടാക്കാനാണ്. കുറച്ച് മല്ലി പുതിന ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം.
നെക്സ്റ്റ് ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഇനിയിപ്പോൾ ഇതാ സമൂസ ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇന്ന് വിചാരിച്ച് ചിക്കൻ കൊണ്ട് ഓരോ ദിവസവും അങ്ങനെ ഓരോന്നായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ മസാല എല്ലാം വെച്ചിട്ട് ഓരോന്നോരോന്ന് ഈ ഒരു മസാലക്ക് കണക്കായിട്ടുള്ളത് ഇപ്പോൾ ചെയ്തെടുക്കാമെന്ന് ചെയ്തത്. ബാക്കിയുണ്ടല്ലോ ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് പൊരിച്ചെടുക്കാമെന്ന് അങ്ങനെയാന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മൈദ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എനിക്ക് സ്നാക്സിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ഒരു സ്നാക്സാണ് സമൂസ. ഇനിയിപ്പോൾ ഇതാ ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇങ്ങനത്തെ ഒരു കവറിലിട്ട് കൊടുത്തിട്ട് ഫ്രീസ് ചെയ്യാനൊക്കെ വെക്കല. എന്നിട്ടുണ്ടല്ലോ ആ ഒരു ടൈം ആകുമ്പോൾ എടുത്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കലാന്നേ. നെക്സ്റ്റ് ഇതാ നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് വേണം. എന്നിട്ട് ഞാനിതാ 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ കുക്കറിലോട്ടേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളവും മരുന്ന് കൊടുത്തിട്ട് ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങല്ലോ നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേണം കേട്ടോ. ഇനി എന്നിട്ടിതാ ഒന്നിങ്ങനെ സ്മാഷ് ചെയ്ത് ഒടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇതാ ഒരു ഫ്രൈ പാനിൽ ഓയിൽ ആഡ് ചെയ്തിട്ട് ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് 3 ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുത്താൽ മതിയേ. നെക്സ്റ്റ് ഉണ്ടല്ലോ പുതിന മല്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ പെപ്പർ പൗഡറും കുറച്ചുണ്ടല്ലോ മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇതാ നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതാ ഇതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കലാന്ന്. അതിനായിട്ട് ഞാനുണ്ടല്ലോ സ്പ്രിംഗ് റോളൊന്നും ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് ഇതാ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടൈപ്പിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലോഹർ ബാങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോഹർ നിസ്കരിക്കലാന്ന്. അതുണ്ടല്ലോ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫ്ലവർ ഷോക്ക് വാങ്ങിയപ്പോൾ 2 മണി പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടേനു. അതാട്ടോ അപ്പം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലോ ഇനിയിപ്പോൾ ഇതാ ലോറെല്ലോ നിസ്കരിക്കലാന്ന്. ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഖുറാനെല്ലാം ഓതിയിട്ട് ഞാനുണ്ടല്ലോ കിച്ചണിലോട്ടേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുത്തത്. സ്പ്രിംഗ് റോള് ഇത് ഒന്നുമില്ല, നമ്മളെ കുനാഫൻ്റെ ഡോ ഉണ്ടല്ലോ അതിങ്ങനെ അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ട് കൊടുക്കാം. അതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഉണ്ടല്ലോ സാധാ അങ്ങനെ ആക്കിയിട്ട് എടുക്കേട്ടാ. സാധാ സ്പ്രിംഗ് റോൾ ആക്കുന്ന പോലെ അങ്ങനെയും ആക്കിയിട്ട് എടുക്കും. ഇതാകുമ്പോൾ കുറച്ചും കൂടി കഴിക്കാൻ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ടാവുമല്ലോ. നെക്സ്റ്റ് ഞാൻ സ്റ്റൂവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ആക്കുന്നുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആവശ്യത്തിന് ഉള്ളി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് പച്ചമുളക് വേണ്ട കേട്ടോ, സോറി. ഇനി ഇതാ കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതാ കുറച്ച് ബദം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ബദാന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് ഇട്ട് കൊടുത്തത്. നെക്സ്റ്റ് ഇതാ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ യോജിപ്പിച്ചിട്ട് എടുക്കണം. ഇത് പച്ചമണമെല്ലാം മാറുന്നത് വരെ ആക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഞാൻ അടുപ്പത്തോട്ട് നിങ്ങൾ മാറ്റിയിട്ടുണ്ടല്ലോ അതിങ്ങനെ പണിയാനായിട്ട് വെച്ച് കൊടുത്തിട്ടാണ്. നെക്സ്റ്റ് ഇതാ ബീഫ് നന്നായിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് എടുത്തിട്ട് അത് ഞാനൊരു പാന് അടുപ്പത്തോട്ടേക്ക് വെച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ആ ഒരു ബീഫ് അതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളുണ്ടല്ലോ ഇത് നേരത്തെ തണിയായിട്ട് വെച്ച ഉള്ളിയെല്ലാം ഇല്ലേ അത് അരച്ചെടുത്തതാണ് ഇതിൻ്റെ അകത്തൊക്കെ ഒഴിച്ച് കൊടുത്തത്. നെക്സ്റ്റ് ഇതാ കുറച്ച് മല്ലിപ്പൊടിയല്ല മല്ലി പുതിന ചെറുതായിട്ട് കട്ട് ചെയ്ത് മേലെ ഇട്ട് കൊടുക്കുക. ഈസിയാണ്. ഈ ഒരു സ്റ്റൂ എന്തായാലും നിങ്ങൾ റെഡിയാക്കിയിട്ട് നോക്ക്, നല്ല ടേസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയാണ്. അസ്സലാമു അലൈക്കും.